എന്തായി അച്ഛാ? എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിച്ച എല്ലാവരും ബിസി ആയിരിക്കും. ആരും തന്നെ ഫോൺ എടുക്കണില്ല. ഈ പ്രശ്നങ്ങൾ ശരിയാക്കാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടണില്ലേ? പ്രേമിയാണെങ്കിൽ ഇതൊന്നും കണ്ടിരിക്കാനുള്ള ത്രാണിയില്ലെന്ന് പറഞ്ഞ് ഈ മെസ്സ് ഇവിടെ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും വെക്കാന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. അച്ഛൻ അത് സമ്മതിക്കാൻ പോവാണോ? അങ്ങനെയാണോ ചെയ്യാൻ പോന്നെ? അതെങ്ങനെ ശരിയാകാനാ മോളെ? നമ്മളിവിടെ അഡ്വാൻസ് കൊടുത്തിരിക്കുകയല്ലേ. പെട്ടെന്ന് അങ്ങനെ ഇവിടെ നിന്ന് മാറിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണർ അഡ്വാൻസ് പെട്ടെന്ന് തിരിച്ചു തരുമില്ല. അല്ലെങ്കിൽ തന്നെ പിടിക്കാനുള്ളതൊക്കെ പിടിച്ചു കഴിയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ബാക്കി. ഇപ്പം മറ്റൊരു കട നോക്കുകയാണെങ്കിൽ അവിടെ അഡ്വാൻസ് കൊടുക്കണ്ടേ? പിന്നെ അവിടെ തുടങ്ങി ബിസിനസ് കൈവരാൻ സമയമെടുക്കും. പിന്നെ ഇവിടെ മുടക്കിയ കാശൊക്കെ വെറുതെ ആയി പോവുകയും ചെയ്യും. പക്ഷെ നമ്മളെ ഇവിടെ കച്ചവടം ചെയ്യാൻ ആരും സമ്മതിക്കുന്നില്ലല്ലോ അച്ഛാ. എന്നും ഇങ്ങനെ ഇവിടെ കൊണ്ട് വേസ്റ്റ് ഇടുവാണെങ്കിൽ ക്യാൻറ്റീൻ എങ്ങനെ മുമ്പോട്ട് പോകുന്നേ? ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പക്ഷെ മുന്നോട്ട് പോയല്ലേ പറ്റൂ. ഇതിന് നമുക്കൊരു പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വഴി നോക്കാം മോളെ. ഞാൻ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ബസ്സില് കണ്ടക്ടർ ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കുക. അതൊന്നും വേണ്ടച്ചാ. അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും ഇപ്പൊ എടുക്കണ്ട. പ്രൈവറ്റ് ബസ്സുകളിലാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ സാലറി ഒന്നും കിട്ടില്ല. അവര് നമ്മളെ കൊണ്ട് നല്ല പണി എടുപ്പിക്കും. എന്നിട്ട് ശമ്പളവും കുറച്ചേ തരും. ഈ പ്രായത്തിലിപ്പോ ആ ജോലിയൊന്നും ചെയ്യാൻ അച്ഛനെ കൊണ്ട് കഴിയില്ല. എന്തൊക്കെ സംഭവിച്ചാലും മുന്നോട്ട് ജീവിച്ചല്ലേ പറ്റുമോളെ. അതിനുവേണ്ടി ബുദ്ധിമുട്ടാനും ഞാൻ തയ്യാറാണ്. എന്ത് ജോലി ചെയ്യാനും എനിക്കൊരു കുഴപ്പമില്ല. ജീവനുള്ളിടത്തോളം കാലം നമ്മൾ അധ്വാനിക്കണമല്ലോ. ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ടേ പറ്റൂ. ആരുടെ മുന്നിലും തല കുനിക്കാൻ പാടില്ല. അച്ഛാ ഇതൊന്നും നോക്കിയേ. അഞ്ജു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്ത വീഡിയോയ്ക്ക് ഗവൺമെന്റിൽ നിന്ന് റിപ്ലൈ വന്നിട്ടുണ്ട്. നീ സത്യമാണോ മോളെ പറയുന്നേ? ഇത്ര പെട്ടെന്ന് തന്നെ മറുപടി ഉണ്ടായോ? അതെ സത്യം അച്ഛാ. നമ്മുടെ അഞ്ജു ശരിക്കും ബ്രില്യന്റാ. ആ വീഡിയോ ഉണ്ടല്ലോ, ഇവിടെ മുനിസിപ്പാലിറ്റിയുടെ പേജിൽ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ട് അവർ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തോളാവുന്നു. ഒരു പ്രശ്നം ഇനി ഉണ്ടാവില്ലെന്നോ റിപ്ലൈ തന്നിരിക്കുന്നത്. നമ്മുടെ സിസ്റ്റത്തിലെ സോഫ്റ്റ്വെയർസ് ഒന്നും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. എംപ്ലോയീസ് ആണെങ്കിൽ ഇത് നെഗ്ലക്ട് ചെയ്യാണ്. അതുകൊണ്ട് നമുക്ക് പുതിയ സിസ്റ്റംസ് വാങ്ങണമെന്ന് പറഞ്ഞിരുന്നു. ലാസ്റ്റ് ടൈം ഞാൻ ഓർഡർ ചെയ്തപ്പോ അവർക്ക് ക്ലിയർ ആയില്ലെന്ന് പറഞ്ഞിരുന്നു. അത് ഇത്തവണ നീയാ ഡീൽ ചെയ്ത് തരണ്ടേ. ഗുഡ്. വീട്ടിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നീ ഇതിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു അല്ലേ? ഐ എം സോ പ്രൗഡ് ഓഫ് യു. പേഴ്സണൽ ജീവിതവും പ്രൊഫഷണൽ ജീവിതവും തമ്മിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ വേദാന്ത്. അവിടെ എന്ത് സംഭവിച്ചാലും ഇവിടെ പ്രശ്നം ഉണ്ടാവരുത്, ഇവിടെ എന്ത് സംഭവിച്ചാലും അവിടെ ഉണ്ടാവരുത്. അത്രേ ഉള്ളൂ. ഇതൊക്കെ ഞാൻ നിന്റെ അടുത്തുനിന്നല്ലേ പഠിച്ചേ. അമ്മു, നിന്റെ ഫോൺ അവിടെ പോയി. എന്താ സിദ്ധാർത്ഥ, എന്ത് പറ്റി? എന്തിനാ ടെൻഷൻ ആവുന്നേ? എന്റെ ഫോൺ എന്റെ കയ്യിലുണ്ടല്ലോ. ചെറിയമ്മ ചെറിയച്ഛനെ ഒരുപാട് തവണ വിളിച്ചു എന്ന് പറഞ്ഞു. നിനക്കൊന്ന് കോൾ എടുത്തൂടെ? ധ്രുവനാ ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞത്. ആണോ? ഒരുപാട് മിസ് കോൾസ് ഉണ്ടല്ലോ വേദാന്ത്. എന്തിനായിരിക്കും ഇത്രയും പ്രാവശ്യം വിളിച്ചേ? തിരിച്ചു വിളിച്ച് ചോദിക്കാൻ മൂല്യ. കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. നമ്മുടെ മെസ്സില് ഏതോ റൗഡികൾ വന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതല്ലേ? അതേ ആൾക്കാർ വന്ന് മെസ്സിന് മുമ്പിൽ ഒരുപാട് വേസ്റ്റ് ഇട്ടെന്ന്. അതുകൊണ്ട് മെസ്സിൽ വന്നിരുന്ന കസ്റ്റമേഴ്സ് ആരും ഇപ്പൊ വരുന്നില്ലെന്നാ പറയുന്നത്. അവസാനം നമ്മുടെ അഞ്ജു ആണെങ്കിൽ മുനിസിപ്പൽ കമ്മീഷന് മെസ്സേജ് അയച്ചു അത്ര. അവര് നേരിട്ടൊരു പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ സിദ്ധാർത്ഥേട്ട ഇത്? അത് ഭക്ഷണം കൊടുക്കുന്ന സ്ഥലമല്ലേ? ഇവരൊക്കെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? അച്ഛന്റെ അമ്മയുടെ അവസ്ഥ എന്താണോ എന്തോ. കണഞ്ചേട്ടൻ വേറെ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എല്ലാം ഇപ്പൊ ഓക്കെ എന്നാ പറഞ്ഞത്. ഗവൺമെന്റിൽ നിന്ന് തന്നെ നേരിട്ട് ഒരു പരിഹാരം ഉണ്ടാക്കാന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്തായാലും നീ ഒന്ന് വീട്ടിലേക്ക് വിളിക്കേ. വേണമെങ്കിൽ കമ്മീഷണറോട് ഞാൻ സംസാരിക്കാം. അവരെയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. ഹലോ അമ്മേ, ആ റൗഡികൾ പിന്നെ വന്ന എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ?
സോറി അമ്മേ, എന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു, ഞാൻ കണ്ടതേയില്ല. ഇപ്പൊ അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? അവിടെയല്ലേ ഇപ്പൊ ഓക്കെ അല്ലേ? അതെല്ലാം മാറ്റാൻ ആള് വരുമെന്ന് പറഞ്ഞോ? വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ മെസ്സിലേക്ക് വരാം. എന്താ, വരണോ? വേണ്ടേ? ശരി അമ്മേ, വിളിച്ചാ മതി. സൂക്ഷിക്കണേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അമൂല്യ? നിനക്ക് അങ്ങോട്ടേക്ക് പോണോ? വേണമെങ്കിൽ പൊക്കോളൂ, ഞാൻ വേണമെങ്കിൽ കൂടെ വരാം. അതൊന്നും വേണ്ട വേദാന്ത്, പ്രശ്നമൊക്കെ പരിഹരിച്ചു എന്നാ അമ്മ പറഞ്ഞ്. അതോറിറ്റീസിൽ നിന്ന് ആള് വരുമെന്നാ പറഞ്ഞേ. പ്രോബ്ലം എല്ലാം സോൾവ് ആയിന്ന്. താങ്ക് ഗോഡ്. അറ്റ്ലീസ്റ്റ് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എല്ലാം അവസാനിച്ചല്ലോ. കാര്യങ്ങൾ പരിഹരിച്ചത് അഞ്ജു ആണെന്ന്, അവളുടെ വീഡിയോ വൈറലായെന്ന്. സോഷ്യൽ മീഡിയ വഴി അവളിത് ചെയ്തേ. അവൾ ആ ബുദ്ധി ഉപയോഗിച്ചത് നന്നായി. ഗുഡ്. ഇന്നത്തെ കാലത്ത് A+ വാങ്ങുന്നതിലൊന്നും ഒരു കാര്യമില്ല. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് നോളേജ് ആണ് ഇമ്പോർട്ടന്റ്. അവളെ ഞങ്ങൾ എപ്പോഴും ഒരു കൊച്ചുകുട്ടിയായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇന്ന് നമുക്ക് വേണ്ടി എത്ര വലിയ കാര്യം അവൾ ചെയ്തേ. ആലോചിക്കുമ്പോ തന്നെ നല്ല സന്തോഷം തോന്നുന്നു. ഇത്രയും സന്തോഷിക്കേണ്ട കാര്യം നീ എന്തിനാ വിഷമിച്ചോണ്ട് പറയുന്നേ? ഇതൊന്ന് സോൾവ് ആയാൽ മതിയായിരുന്നു വേദാന്ത്. ആ ഗുണ്ടകളൊക്കെ ഇനിയും വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്നാ ഇപ്പൊ എന്റെ പേടി. അവരിനി വരാൻ പോകുന്നില്ല മൂല്യ. വന്നാലും അവിടെ ഞാനുണ്ടാവും. 1-2 പ്രാവശ്യമാണെങ്കിൽ ക്ഷമിക്കാം. സ്ഥിരമായിട്ട് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ക്ഷമിക്കാൻ പറ്റുമോ? അവർക്ക് വേണ്ട മറുപടി ഞാൻ കൊടുത്തോളാം. ഇനി ഒരാളോടും അവരിങ്ങനെ ദ്രോഹം ചെയ്യാൻ പാടില്ല. ഇനി ആരെങ്കിലും ചെയ്യാൻ പുറപ്പെട്ട അവർക്കും ഈ സംഭവം ഒരു പാഠമായിരിക്കണം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആ, നമസ്കാരം സാർ. നമസ്കാരം സാർ. ഇവിടെ അഞ്ജലി ആരാണ്? എന്റെ മകളാ. ഇവളെ സാർ. നിങ്ങളുടെ മകളാണല്ലേ? കമ്മീഷണറിന്റെ പേജിൽ വീഡിയോ ടാഗ് ചെയ്തത് ഈ കുട്ടിയാണല്ലേ? അതെ സാറേ, അഞ്ജലിയാ. എന്താ അക്രമം സാറേ ചെയ്തവര്? ഇങ്ങനെയൊക്കെ ചെയ്ത ഈ ക്യാൻറ്റീനായിട്ട് ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും? ഇനിയൊന്നും പേടിക്കണ്ട സാറേ, ഈ വേസ്റ്റ് ലൈനിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ ഇങ്ങനെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യണ്ട കേട്ടോ. എന്റെ ഫോൺ നമ്പർ തരാം. ഈ നമ്പറിലേക്ക് വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചാൽ മാത്രം മതി. ഞാൻ അപ്പൊ തന്നെ റെസ്പോണ്ട് ചെയ്തോളാം. ഇതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് സാർ. ഞാനിന്ന് നിങ്ങളുടെ ഓഫീസിൽ വന്നിരുന്നു, പക്ഷെ ഒരു പ്രയോജനം ഉണ്ടായില്ല. പക്ഷെ ഇവളൊരു ഫോൺ കൊണ്ട് ചെയ്ത് കണ്ടില്ലേ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയില്ലേ സാർ? ഇപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് കേൾക്കാൻ ഗവൺമെന്റിൽ നിന്ന് ആള് വന്നല്ലോ. അത് പരിഹരിക്കാനുള്ള മാർഗവും പറഞ്ഞു തന്നു. അതൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളിട്ട് ആ വീഡിയോ കണ്ടിട്ട് ജനങ്ങൾ മൊത്തം എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നും പറഞ്ഞ് മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുക. റെസ്പോണ്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ് അങ്കിൾ. ഞാൻ അടുത്ത വീഡിയോ ഇട്ടാളാം. നിങ്ങൾ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു എന്നും പറയാം. ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ശരി മോളെ, ഒത്തിരി സന്തോഷം. ഏയ്, വണ്ടി ഇങ്ങോട്ട് എടുക്ക, പെട്ടെന്ന് ഇതെല്ലാം ക്ലീൻ ചെയ്. എന്റെ പവർ ഇപ്പൊ മനസ്സിലായോ? നീ വെറൊരു പുസ്തകപ്പുഴു മാത്രമല്ലെന്ന് ഇപ്പൊ തെളിയിച്ചു തന്നല്ലോ. വിദ്യാഭ്യാസ മാർക്കിന് വേണ്ടി മാത്രമല്ല, ഇത്തരം സന്ദർഭങ്ങളിൽ ഇടപെടാനുള്ള വകതിരിവിനും കൂടിയാണെന്ന് നീ തെളിയിച്ചു. ഇത്രയും വലിയ പ്രശ്നം എന്ത് പെട്ടെന്ന് മോളെ നീ സോൾവ് ചെയ്തത്. നിന്നെ കുറിച്ച് എനിക്ക് അഭിമാനം തോന്നുന്നു മോളെ. ആ ഫോണിങ് എടുത്തേ. നിക്കവിടെ, ഞാനും വരുന്നു. ഹലോ. എന്താ പണി കണ്ട? എല്ലാം ശരിയായിന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുവാണോ? എനിക്കിട്ട് പണി തരാമെന്ന് വിചാരിച്ചോ? ഈ നാട്ടിലെ എന്റെ ഹോട്ടൽ മാത്രം നടന്നാ മതി. അതാ ഇവിടുത്തെ നിയമം. ഇതോടെ എല്ലാം തീർന്നെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട മണി കണ്ട. ഇനി വരുന്നതൊക്കെ സഹിക്കാൻ നിങ്ങൾ തയ്യാറായി. മര്യാദയ്ക്ക് ഇതെല്ലാം അടച്ചുപൂട്ടി വീട്ടിൽ പോയി ഇരിക്കാൻ നോക്കും. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് നിങ്ങൾ അറിയും.
24 മണിക്കൂർ നീ ഇങ്ങനെ നോക്കിയിരിക്കേണ്ട കാര്യം എന്താ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? അമ്മേ അതെനിക്ക് വേദാന്ത സ്നേഹത്തോടെ തന്നതാ, ഇങ്ങ് തിരിച്ചു തരാം. വേദാന്തനെ ഇനി വേണ്ടാന്ന് പറഞ്ഞില്ലേ, പിന്നെ അവന്റെ മോതിരം മാത്രം എന്തിനാ? ഇത് നിന്റെ കൈ ഇരിക്കേണ്ട കാര്യമില്ല. ഇത് തിരിച്ചു കൊടുക്കേണ്ട ആളെ എനിക്കറിയാം. അവരെ തന്നെ ഏൽപ്പിച്ച് ഞാനെല്ലാം പറഞ്ഞു തീർത്തോളാം. എന്തിനമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നേ? അങ്ങനെ തിരിച്ചു കൊടുക്കാൻ ഇതെന്താ പച്ചക്കറി കടയിൽ നിന്ന് മേടിച്ച സാധനമാണോ? ശരി, അമ്മയ്ക്ക് ഇത് തിരിച്ചു കൊടുക്കണോ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്നെയും കൂടെ അവന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചേക്കണം. വേദാന്തിന്റെ സ്നേഹം മനസ്സിലാക്കിയവളാ ഞാൻ അവന്റെ കൂടെ തന്നെ ജീവിച്ചോളാം. ഇനി നീ സംസാരിച്ച എന്റെ കൈയുടെ ചൂടറിയമ്മോ? ഇനി അതിന്റെ കുറവും കൂടെയല്ലേ ഉള്ളൂ. നോക്കമ്മോ, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിവുള്ള വിവരമുള്ള കുട്ടിയാണ് നീ എന്നാണ് ഞാൻ കരുതിയത്. ഞാനിപ്പോ എന്ത് തീരുമാനം എടുത്താലും അത് നിന്റെ നല്ലതിന് വേണ്ടിയാണെന്ന് നീ ഒന്ന് മനസ്സിലാക്ക്. നാളെ നിന്നെ പെണ്ണ് കാണാൻ വേണ്ടി ഒരു ചെറുക്കനും കൂട്ടരും വരുന്നുണ്ട്. എന്തൊക്കെയാ അമ്മേ പറയുന്നേ? എന്തിനാ ആവശ്യമില്ലാത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്നേ? നോക്കമ്മോ, നിനക്ക് എന്താണ് നല്ലതെന്ന് നോക്കി ചെയ്യാൻ നിന്റെ അമ്മയ്ക്ക് മാത്രമേ കഴിയൂ. അതാദ്യം വിശ്വസിക്കേ, എന്നിട്ട് പറയുന്ന പോലെ അനുസരിക്കേ. നാളെ അവര് വരുമ്പോ മര്യാദയ്ക്ക് റെഡിയായിട്ട് നിക്കാൻ നോക്ക്. വന്നു കയറുന്നവരെ കളിയാക്കാൻ നിൽക്കരുത്. അതിലും നല്ലത് നാളെ എന്നെ കാണാൻ വരുന്നവരുടെ മുന്നിൽ എന്റെ ശവം കെടുത്തുന്നതാ. ഇത്രയും നാളെ ഞങ്ങൾ എല്ലാവരും അമ്മയോട് പറഞ്ഞതൊന്നും അമ്മയ്ക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അതിലും ഭേദം എന്നെ അങ്ങ് കൊല്ലുന്നതാ. അത് കഴിഞ്ഞാ പിന്നെ എന്റെ ശവത്തിനെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാണിച്ച് അവരുടെ മുന്നേ കൊണ്ടേ നിർത്താലോ. വരുന്നവരുടെ മുന്നിൽ നീ ഞങ്ങളെ അപമാനിക്കാൻ നോക്കുകയാണോ? ചെറുക്കനും കൂട്ടർക്കും നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് എൻഗേജ്മെന്റ് നടത്തി കല്യാണം ഫിക്സ് ചെയ്യണം. എന്തിനാ അമ്മ ഇങ്ങനെ വാശി പിടിക്കുന്നേ? മനസ്സിൽ വേദാന്തിനെ പ്രണയിച്ച് എന്തിനാ ഞാൻ വേറൊരാളെ കല്യാണം കഴിക്കുന്നേ? പ്ലീസ് അമ്മേ, എന്നെ ഒന്ന് മനസ്സിലാക്ക്. ഈ വാശിയൊക്കെ മാറ്റിവെച്ചാ റിങ് തിരിച്ചു തന്നേക്ക്. മാത്രമല്ല എന്റെയും വേദാന്തിന്റെ കല്യാണത്തിന് അമ്മയൊന്ന് സമ്മതിക്കണം പ്ലീസ്. അമ്മു, നമ്മളെ പോലുള്ളവർക്ക് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാഹചര്യത്തിനനുസരിച്ച് കിട്ടുന്നൊക്കെ വെച്ച് ജീവിക്കാൻ നമ്മൾ പഠിക്കണം അമ്മു. ആരതോട് ഇങ്ങനെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളേ. പക്ഷെ അവസാനം നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് മനസ്സ് മാറ്റി അവിടെ കല്യാണം നടത്തി. പക്ഷെ അവളെ പോലല്ല നിന്റെ കാര്യം. നിന്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ എനിക്ക് പറ്റില്ല. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആ കുടുംബത്തെ നീ ഒരു മരുമകളായിട്ട് കയറി ചെന്നാ നിനക്ക് സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയില്ല. അമ്മേ, അതൊക്കെ അമ്മയുടെ തോന്നല. അങ്ങനെ ഒരു പ്രശ്നവും അവിടെ ഉണ്ടാവില്ല. നിനക്ക് നിന്റെ അമ്മയോടെ എത്രത്തോളം സ്നേഹവും ബഹുമാനവും ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കണം. നാളെ നീ റെഡിയായിട്ടിരിക്കണം. അമ്മ വളരെ സീരിയസ് ആയിട്ടാണല്ലോ എല്ലാം പറഞ്ഞത്. ഇനി അച്ഛനെ കൊണ്ട് പറയിച്ചിട്ടും പ്രയോജനമില്ല. ഈ കാര്യത്തിൽ അച്ഛന് ഹെൽപ്ലെസ് ആയിരിക്കും. ആദ്യം ഈ കാര്യം വേദാന്തിനെ അറിയിക്കാം. അവൻ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരിക്കും. വേദാന്ത്, നാളെ എന്നെ കാണാൻ ഏതോ ചെറുക്കനും കൂട്ടരും വരുന്നുണ്ടെന്ന്. കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയിന്നാ തോന്നുന്നേ. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ് പ്ലീസ്. റൗഡി ബേബിയാണോ ഈ സംസാരിക്കുന്നത്? എന്റെ കഴുതക്കുട്ടിയാ? ഈ സമയത്താണോ ഡൗട്ട്? ഞാൻ കാര്യമായിട്ട് തന്നെയാ ചോദിച്ചത്. ഫോണിലൂടെ പേടിച്ചാണല്ലോ സംസാരിക്കുന്നത്. എന്റെ അമ്മൂല്യം ഇങ്ങനെ പേടിത്തൂറിയല്ല. അവള് റൗഡി ബേബിയാ, അതുകൊണ്ടാ ചോദിച്ചത്. നിനക്കിപ്പോ കുറച്ച് കൂടുന്നുണ്ട്. പറയുന്നതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്ക്. എന്റെ ടെൻഷൻ എങ്ങനെയാ നിനക്ക് മനസ്സിലാവുന്നേ? എന്റെ പെണ്ണിനെ കാണാൻ വേറെ ചെറുക്കനും കൂട്ടരും വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാ ഞാൻ രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ച് ടെൻഷനായിട്ടിരിക്കണമെന്നാണോ നീ പറഞ്ഞു വരുന്നേ? എന്നാലും നീ എന്താ ഇത്ര കൂളായിട്ടിരിക്കുന്നേ? പിന്നെ ഞാൻ എന്താ ചെയ്യണ്ടേ? നെഞ്ചത്തടിച്ച് കരയണോ? സൊല്യൂഷൻ കണ്ടുപിടിക്കാം. കൂളായിട്ടിരിക്കെ. നോക്ക് വേദാന്ത്, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി അറിഞ്ഞില്ലെന്ന് പറഞ്ഞേക്കരുത്. ഇവിടുത്തെ കണ്ടീഷൻ കുറച്ച് മോശമായിക്കൊണ്ടിരിക്കുക. നീ ഒന്നും മനസ്സിലാക്കുന്നില്ല. എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട് കുട്ടി. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ കൂളായിട്ടിരിക്കെ. ഇപ്പൊ കിടന്ന് ഉറങ്ങ്. ഓഹോ, നിന്നെ വിളിച്ചത് ഞാനല്ലേ? എന്നോട് പറയാതെ എന്തിനാ കട്ട് ചെയ്യുന്നേ? ഇവനിതൊന്നും സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അതോ ഞാൻ അറിയാതെ എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവോ? ഇവന്റെ കാര്യം ഒന്നും പറയാൻ പറ്റില്ല. ഇവന്റെ മനസ്സിൽ എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അതോ ഇനി എന്നോടുള്ള സ്നേഹം എങ്ങാനും കുറഞ്ഞു പോയോ? അതിന് ഒരു സാധ്യതയില്ല. ഈ ഞാൻ ആരാ? റൗഡി ബേബി അല്ലേ? എനിക്ക് നന്നായിട്ട് അറിയാം നീ റൗഡി ബേബിയെ ഒരിക്കലും വിട്ടുകളയില്ലെന്ന്. നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? റെഡി
ആയില്ല ഇതുവരെ. ഞാൻ എന്തിനിപ്പോ റെഡി ആവുന്നേ? ഇങ്ങനെ ഒരുങ്ങി കെട്ടി നിൽക്കാനൊന്നും എനിക്ക് വയ്യ. അതല്ലടി ചേച്ചി, നീ റെഡിയായോ ഇല്ലയോ എന്ന് നോക്കാനാ അമ്മ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ. കുറച്ചുകൂടെ കഴിയുമ്പോ അവരെല്ലാരും ഇങ്ങ് വരും അത്രേ. വരുന്നവരൊക്കെ വരട്ടെ, എനിക്കെന്താ? നീ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അവര് നിന്നെ കാണാനാ വരുന്നേ, എന്നെ കാണാനല്ല. നിനക്ക് അത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ പോയി ഒരുങ്ങി കെട്ടി നിൽക്കും. ഒരു ഷോ പീസ് പോലെ ആരുടെ മുന്നിൽ പോയി നിൽക്കാൻ എനിക്ക് വയ്യ. എന്താടി ഇത്? നീ ഇങ്ങനെയൊക്കെ സംസാരിച്ചാ എങ്ങനെയാ ശരിയാവുന്നേ? അവിടെ അമ്മയാണെങ്കിൽ ഇത് നടത്തിയേ പറ്റൂന്ന് പറഞ്ഞിരിക്കുക. അമ്മ ആരതി ചേച്ചിയെ വിളിച്ച് സംസാരിച്ചിരുന്നു. ഈ കല്യാണം എങ്ങനെ നടത്തിയെടുക്കുമെന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. നോക്ക്, ഞാൻ മറ്റൊരു കാര്യം പറയട്ടെ. ഒളിച്ചോടുന്നുണ്ടെങ്കിൽ നേരത്തെ പറയും. ബാൽക്കണിയൊക്കെ ഞാൻ സെറ്റാക്കി തരാം. ഈ സമയത്ത് വെറുതെ തമാശ പറയില്ലേ അതിഥി. ഈ പ്രണയിച്ച് ഒളിച്ചോടുന്നതൊക്കെ നമുക്ക് സിനിമയിൽ മാത്രമേ കാണാൻ കഴിയൂ. അങ്ങനെയൊക്കെ ചെയ്താൽ ഒരു സന്തോഷം ഉണ്ടാവില്ല. ആ ദുഃഖം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ സന്തോഷത്തിനു വേണ്ടി അച്ഛനെ അമ്മയെ എതിർക്കുന്നത് ഒട്ടും ശരിയല്ല അതിഥി. അങ്ങനെ നമ്മളെ എതിർത്താൽ തന്നെ അതിൽ നിന്ന് എന്ത് സന്തോഷം ഉണ്ടാവുന്നേ? നമ്മുടെ വീട്ടിലാ സന്തോഷം വേണ്ടത്. ആ സന്തോഷത്തിലാ നമ്മുടെ സമാധാനം. ഓ, നീ ഇങ്ങനെ തള്ള വൈബായിട്ട് സംസാരിക്കില്ലേ? നീ റൗഡി ബേബിയാണെന്ന് ഓർക്കണം. ഫൈറ്റർ ആണ്, ഫൈറ്റർ. ഇപ്പൊ ഉള്ള ഈ ആറ്റിറ്റ്യൂഡ് നിനക്ക് തീരെ സ്യൂട്ട് ആവുന്നില്ല ചേച്ചി. നമ്മുടെ ആറ്റിറ്റ്യൂഡൊക്കെ എപ്പോഴും ഒരുപോലെ തന്നെ ഉണ്ടാവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യം കൂടി നമ്മൾ നോക്കിയല്ലേ പറ്റൂ. ഇപ്പൊ എന്താ, ഈ കല്യാണാലോചന റിജക്ട് ചെയ്ത അച്ഛനും അമ്മയ്ക്കും വിഷമം ഉണ്ടാവും. സോ നിനക്കിപ്പോ ഇത് റിജക്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. പിന്നെന്താ, ശബ്ദം കേൾക്കണമെങ്കിൽ രണ്ട് കൈ ഒരുമിച്ച് തട്ടണ്ടേ? നീ ഇങ്ങനെ വെറുതെ ഇരുന്ന നിന്നെ കാണാൻ വരുന്ന ചെറുക്കൻ നിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി ഓടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? നീ ഇങ്ങനെ ഷോക്ക് ആവണ്ട റൗഡി ബേബി. നിനക്ക് പറ്റുന്ന ഒരു സൂപ്പർ ഐഡിയ ഞാൻ തന്നെ. ഈ റൗഡി ബേബി എന്ന് പറഞ്ഞാ നമ്മുടെ ഏരിയയിലൊക്കെ സൂപ്പർ ഫേമസ് ആ. ഇതൊക്കെ നിനക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ഓ വാ, പറഞ്ഞുതരാം. നിന്റെ പൊട്ടത്തലയിൽ ഇത്രയും ബുദ്ധി ഉണ്ടായിരുന്നോ? ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഞാൻ കോളേജിൽ പയറ്റി നോക്കിയതാ. എന്നാൽ ഈ അവസ്ഥയിൽ അതൊന്നും മൈൻഡിലേക്ക് വന്നില്ല. ഇപ്പൊ എന്തായാലും നീ നല്ല ഐഡിയ തന്നെ. ഇനി ആരാണെന്ന് വെച്ചാ പറട്ടെ. ഈ റൗഡി ബേബി ആരാണെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. റൗഡി ബേബി ഈസ് ബാക്ക്. ആരാന്ന് വെച്ചാ വരട്ടെ, ഞാൻ റെഡിയാ. അതെ, വേദാന്തിന്റെ വീട്ടിൽ പോയി നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിക്കണം. അവന് ഇനി ഇവിടെ വന്ന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. വേദാന്തും വിക്കിയും ആദ്യമൊന്നും വരാതിരുന്ന അതിഥി അഞ്ജു അമ്മു ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഈ കല്യാണം നല്ല രീതിയിൽ തന്നെ നടന്നുപോയനെ. എന്നാലേ എനിക്ക് സമാധാനമുള്ളൂ. ഇക്കാര്യത്തിൽ എല്ലാ തീരുമാനം നീ എടുത്തോളന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ലല്ലോ. എന്റെ മക്കൾക്ക് നല്ലത് വരാൻ വേണ്ടിയാ ഞാൻ തീരുമാനം എടുക്കുന്നത്. നിങ്ങൾ ഇനിയൊന്നും പറയണ്ട. ചെറുക്കനും വീട്ടുകാരും ഇറങ്ങിയോന്നൊന്ന് ഫോൺ ചെയ്ത് ചോദിക്കൂ. അവര് വന്നോളൂ, നീ സമാധാനിക്ക്. എന്തിനു ധൃതി വയ്ക്കുന്നത്? അവര് വരാമെന്ന് പറഞ്ഞ സമയമായില്ലേ? ഇതുവരെ എത്താത്തോണ്ടല്ലേ ഒന്ന് വിളിച്ചു ചോദിക്കാൻ പറഞ്ഞേ. ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ എന്ത് പ്രശ്നം ഉണ്ടാവും പോന്നേ. ആ ഫോണൊന്ന് എടുക്ക്. നോക്ക്, അവര് വന്നെന്ന് തോന്നുന്നു. വേഗം വാ, അതൊക്കെ അവിടെ വെച്ചിട്ട് വാ. വേഗം വാ. നടക്ക്. നമസ്കാരം അമ്മേ. സുഖമായിട്ടിരിക്കുന്ന അച്ഛാ? നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആരാ നിന്നെ ഇങ്ങോട്ട് ക്ഷണിച്ചത്? നോക്ക് വേദാന്ത്, ഞങ്ങൾ നിങ്ങളെ ആരെയും ശല്യപ്പെടുത്താൻ വന്നിട്ടില്ല. ഇനി വരാനും പോകുന്നില്ല. കുറച്ചു കഴിഞ്ഞാ ഇവിടെ ഒരു ചെറുക്കനും കൂട്ടരും വരാൻ പോവാ. ഇവിടെ തന്നെ നിന്നിട്ട് ഇതൊന്നും നശിപ്പിക്കാൻ മാത്രം ശ്രമിക്കരുത്.
2 കൈയെടുത്ത് ഞാൻ നിന്നോട് അപേക്ഷിക്കുക, ദയവ് ചെയ്ത് ഇവിടുന്നൊന്ന് പോണം. റമി, നീ ഇതെന്തൊക്കെയാ കാണിക്കുന്നത്? അതൊന്നും സാരമില്ല അച്ഛാ. അമ്മയുടെ മനസ്സിൽ എന്താന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ആരും പേടിക്കണ്ട. ഞാൻ ആർക്കും ഒരു ശല്യം ആവില്ല. നീ ഇപ്പൊ ഇവിടെ വന്ന തന്നെ ഞങ്ങൾക്കൊരു ശല്യമാ. ഇതിനേക്കാൾ വലിയൊരു സമാധാനക്കേട് എന്തുണ്ടാവാനാ? ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നീ ഇവിടുന്ന് ഒന്ന് പോയി തരണം പ്ലീസ് മോനെ.